ബിജെപിയുടെ കണക്കുകൂട്ടൽ 50 സീറ്റ് കംഫർട്ട് ബാക്കി നമ്മൾ പിടിക്കും എന്നുള്ളതാണ്. 70-ൽ 50 സീറ്റ് ഉറപ്പായും ജയിക്കുമെന്ന് സീറ്റുകളിലേക്ക് കുതിച്ചുകയറിയ ഹിന്ദി ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. വസന്ത്, ഇതൊരു ട്രെൻഡാണോ? നമുക്ക് അല്ല എന്ന് പറഞ്ഞാലും 50-19 വലിയ അന്തരം കാണുന്നു. വസന്ത് കേൾക്കാമോ? ശരി, ബസന്തിലേക്ക് വരാം. 50 സീറ്റുകളിൽ ലീഡ് എടുത്തിരിക്കുകയാണ് ബിജെപി. ആദ്യമായി 50 തുറന്നത് ബിജെപി. ബസന്ത്, തീർച്ചയായും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏറെക്കുറെ ശരിവെക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ആദ്യ റൗണ്ടുകൾ മാത്രമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇതിൽ ഓർക്കണം. അതായത് EVM-ലെ വോട്ടിംഗ് മെഷീനുകളിലെ ആദ്യ റൗണ്ട് വോട്ടെണ്ണുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ വലിയ നേട്ടം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ കേജ്രിവാൾ ഏകദേശം 1000-ഓളം വോട്ടുകൾക്ക് പിന്നിൽ, മനീഷ് സിസോദിയും സമാനമായ തരത്തിൽ 1000-ഓളം വോട്ടുകൾക്ക് പിന്നിൽ എന്നുള്ള വിവരമാണ് EVM-ൽ നിന്നുള്ള ആദ്യ വിവരങ്ങൾ വരുന്നത്. അതായത് ഒരു റൗണ്ട് കഴിയുമ്പോൾ മാത്രമുള്ള ഒരു സംഭവം മാത്രമാണ്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിശ്വാസം, അവർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് BJPക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബാലു നേരത്തെ പറഞ്ഞ പോലെ 10:30 വരെ കാത്തിരിക്കുക, അതിനുശേഷം പാർട്ടി ഓഫീസുകളിൽ എത്താമെന്നുള്ള തരത്തിലുള്ള നിലപാടാണ് BJPക്ക് ഉള്ളത്. ഏതായാലും ഈ സാധാരണ കാണുന്ന ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ട്രെൻഡ് മറികടന്നുകൊണ്ടുള്ള ഒരു വോട്ടിങ്ങിലേക്ക് ഡൽഹിയിലെ ജനങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് EVM-കളിൽ നിന്നുള്ള കൗണ്ടുകൾ തന്നെ വന്നിട്ടുണ്ട്. അതിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച വിനാശകരമായ ഒരു ഫലസൂചന. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ 7000 വോട്ടുകൾക്ക് പിറകിലാണ് എന്നുള്ളതാണ്. വളരെ ഗൗരവമുള്ള ഫലസൂചന. 7000 വോട്ടുകൾക്ക് പിറകിലാണ് എന്നുള്ളതാണ്. നമുക്ക് പതുക്കെ ഇതൊരു ട്രെൻഡ് ആകും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം ആദ്യത്തെ 2 റൗണ്ടുകളുടെ EVM കൗണ്ടുകൾ വന്ന് തുടങ്ങുമ്പോൾ ആം ആദ്മി പാർട്ടി ഉദ്ദേശിച്ച ഒരു ഫലമല്ല ഉണ്ടാവുന്നത്. നാമമാത്രമായ വോട്ടുകളാണ് ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ വരുന്നത് എന്ന സൂചനകൾക്കപ്പുറത്ത് 7000 എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയാണ്. 7000 വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാൾ, അവരുടെ മുഖം, അവരുടെ നേതാവ്, അവരുടെ മനസ്സിലുള്ള ഒരേ ഒരു മുഖ്യമന്ത്രി പിന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് വലിയ നിരാശ നൽകുന്ന ഒരു ഫലസൂചനയാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ 7000 വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാൾ പിന്നിട്ട് നിൽക്കുന്നത്. ഇതുവരെ ഫലസൂചന എന്ന് പറഞ്ഞുവെങ്കിൽ കാര്യം അതിന്റെ ഗൗരവത്തിലേക്ക്, കളിയതിന്റെ ഗൗരവത്തിലേക്ക് എത്തുകയാണ്. 7000 വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ പിന്നിട്ട് നിൽക്കുന്നു. 7000 വോട്ടുകൾക്ക് പിന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ കൃത്യമായൊരു സൂചനയാണ് എന്ന് നമുക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയും. ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഗൗരവത്തിൽ കാര്യങ്ങൾ മറിയുകയാണ്. BJP കേവല ഭൂരിപക്ഷം തൊട്ട് മറികടന്ന് പോകുന്ന ആദ്യ ട്രെൻഡുകൾ, അതിനെ ശരിവെക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നു.